ഈ വിഷയങ്ങളെല്ലാം വരുമ്പോൾ പാർട്ടിക്ക് ക്ഷീണം ചെയ്യില്ലെന്ന് വെച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഇനി ക്ഷീണം ഉണ്ടാക്കിയിട്ടേ കാര്യങ്ങളുള്ളൂ. മൊയ്ൻ അലി തങ്ങൾ പാർട്ടിക്കും പാർട്ടി നേതൃത്വത്തിനും സമുദായത്തിനും എതിരായിട്ടുള്ള പോക്കാണ്. എൻ്റെ പിന്നിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനെന്നല്ല, സാധാ പ്രവർത്തകർ പോലും തങ്ങളോട് ചോദിച്ചു പോകും തങ്ങളിത് എന്താണ് പോക്ക്. പാണക്കാട് കുടുംബത്തിനെ മോശമാക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ചോദ്യം ചെയ്തതാണ്, വേറെ വെട്ടാനും കുത്താനും ഒന്നല്ല. യൂത്ത് ലീഗ് നേതാവ് പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം നേരിടുന്ന റാഫി പുതിയകടവ് ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ആ കാര്യത്തിൽ വിശദീകരണം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്കെതിരെ ഇപ്പം മൊയ്ൻ അലി തങ്ങൾ ഒരു പരാതി നൽകിയിരിക്കുകയാണ്, നിങ്ങൾ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അതിൽ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട്, വധഭീഷണി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, എന്താണ് സംഭവിച്ചത്? അല്ല, ഞാൻ തങ്ങളെ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ കാര്യമൊന്നുമല്ല. ഞാൻ ദുബായിൽ നിന്നാണ് ഈ കോള് സംസാരിക്കുന്നത്. അപ്പോൾ തങ്ങൾ ഞാനുമായിട്ട് സ്ഥിരം സംസാരിക്കുന്നതാണ്, മെസ്സേജ് അയക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വിഷയങ്ങളെല്ലാം ഉണ്ടായപ്പം തങ്ങളെന്താണ് വിഷയം, പാണക്കാട് കുടുംബത്തിന് പ്രയാസപ്പെടുന്ന രൂപത്തിലേക്കാണുള്ള കാര്യങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞപ്പം അല്ല, ഇനി അങ്ങനെയാണ് പോക്ക്, അതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകളുണ്ട്, അത് ഞാൻ അങ്ങനെ നേരിടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. റാഫി ഇതിൽ ഇടപെടണം. ഞാൻ ഒരു തങ്ങളെന്ന് പറഞ്ഞാൽ മുമ്പ് ഞാനും തങ്ങളൊരു ഇഷ്യൂ ഉണ്ടായതിൻ്റെ ശേഷം നമ്മൾ നല്ല ബന്ധങ്ങളായിരിക്കും. എൻ്റെ ഒരു പരിപാടിയെല്ലാം ഉദ്ഘാടനം ചെയ്യാൻ തങ്ങൾ വന്ന് അതിനുശേഷം മെസ്സേജ് അയക്കലും കാര്യങ്ങൾ പറയലും സംസാരിക്കും. ഇപ്പം ഞാനും ഒരു 3 ദിവസം മുമ്പുണ്ടായ ഞാൻ ദുബായിലായിരുന്നു, ആ സമയത്ത് തങ്ങളായിട്ട് സംസാരിച്ച കാര്യമാണിത്. തങ്ങളോട് പറഞ്ഞ് ഈ വിഷയങ്ങളെല്ലാം വരുമ്പോൾ പാർട്ടിക്ക് ക്ഷീണം ചെയ്യില്ലെന്ന് വെച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ഇനി ക്ഷീണം ഉണ്ടാക്കിയിട്ടേ കാര്യങ്ങളുള്ളൂ. സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും നേതാക്കന്മാരെല്ലാം എന്നെ അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനി വേറെ ഇതൊന്നുമില്ല, ഞാൻ നേരിടാനുള്ള പരിപാടിയാണ്. ഒരു ഭീഷണി സ്വരത്തിൽ പറഞ്ഞപ്പോൾ എന്നിട്ട് ഫോൺ കട്ടാക്കി കഴിഞ്ഞു. അപ്പം വീണ്ടും ഞാൻ തങ്ങളെ വിളിച്ചു, തങ്ങൾ ഫോൺ എടുത്തില്ല. അപ്പോൾ ഞാനൊരു മെസ്സേജ് തങ്ങളെങ്ങനെ പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ്. അതങ്ങനെ ആ ബുദ്ധിമുട്ട് ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പ്രകോപനപരമായിട്ടല്ല, തങ്ങളൊന്ന് ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ ഒരു വീൽ ചെയറിൽ പോകുന്നതോ അങ്ങനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. അപ്പോൾ തങ്ങൾ പോകുന്ന രീതി കണ്ടപ്പോൾ നമ്മളും തങ്ങളുമായിട്ട് നല്ലൊരു ബന്ധമുള്ളൂ. മറ്റുള്ള ആളുകളേക്കാളും കൂടുതൽ ബന്ധം മൊയ്ൻ അലി തങ്ങളായിട്ടുമാണ്. അപ്പോൾ തങ്ങൾ ഇങ്ങനെ പോകുന്നൊരവസ്ഥ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞാണ്. അപ്പോൾ പിന്നെ തങ്ങൾ പ്രകോപനപരമായിട്ട് സംസാരിക്കുന്നത്, എൻ്റെ പിന്നിലാളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പിന്നിൽ ആളുണ്ടാവുന്നുള്ള രൂപത്തിൽ ഞാൻ സംസാരിച്ചാണ്. അല്ല, തങ്ങളെ വധിക്കണമെന്നോ ഒന്നും ഉണ്ടായിട്ടുള്ള ഒന്നല്ല അത്. നേരത്തെയും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ, ഒരു പത്രസമ്മേളനത്തിനൊക്കെ താങ്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. അന്ന് പാർട്ടി ഭാരവാഹിത്വമുണ്ടായിരുന്നു അല്ലേ, പാർട്ടി മെമ്പറായിരുന്നു, ഇപ്പം പാർട്ടി മെമ്പറാണ്, ലീഗ് മെമ്പർ. അല്ല, ഞാൻ തങ്ങളെ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു 2 വർഷമായി പാർട്ടിയിൽ നിന്ന് പുറത്താണ്. ഇപ്പോൾ പാർട്ടിയിൽ സ്ഥാനമൊന്നുമില്ല. ഇതിൽ വേറൊരു വിഷയം, ഇതിൽ പിന്നിൽ ആരാണ്, താങ്കളെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് ആരാണെന്നതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് പറഞ്ഞത്. താങ്കളെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിച്ചതാണോ, എന്താണ് സംഗതി? ആരും പറഞ്ഞല്ല, ഇത് സ്വാഭാവികമായിട്ട് ഏത് പാർട്ടി പ്രവർത്തകർക്കും തോന്നിപ്പോകും. കാരണം തങ്ങന്മാരിങ്ങനെ പോകുമ്പോൾ തങ്ങളെ എന്തേ ഈ പാർട്ടിക്കല്ല ബുദ്ധിമുട്ടുണ്ടാകുന്നെല്ലാം പറയുമ്പോൾ, കാരണം തങ്ങന്മാരെ പാണക്കാട് കുടുംബത്തിന് എല്ലാ മേഖലയിലും വമ്പിച്ച് സ്വീകരണം കൊടുക്കുന്നൊരു സമയമാണ്. ആ സമയത്ത് മൊയ്ൻ അലി തങ്ങൾ പാർട്ടിക്കും പാർട്ടി നേതൃത്വത്തിനും സമുദായത്തിനും എതിരായിട്ടുള്ള പോക്കാണ്. ആ പോക്ക് ഞാനല്ലെങ്കിൽ വേറൊരാൾ ചോദ്യം ചെയ്യപ്പെടും, അതുമാത്രമേ എൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളൂ. അല്ലാതെ മൂപ്പരെ വധിക്കണമെന്നോ ഒന്നല്ല. മൂപ്പരൊന്ന് സ്ട്രൈറ്റ് വരും എന്നുള്ള രൂപത്തിൽ മൂപ്പരിങ്ങനെ പ്രകോപനപരമായി സംസാരിച്ചു. എൻ്റെ പിന്നിൽ നല്ല ആളുകളുണ്ട്, ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കും, ഇനി അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കൂല, അങ്ങനെയെല്ലാം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലക്ക് എനിക്കൊരു വികാരം, തങ്ങളായിട്ട് നിരന്തരം ഫോണിൽ സംസാരിക്കുന്നതാണ്. അപ്പോൾ തങ്ങൾ ആ പറഞ്ഞ രീതി ശരിയായില്ല എന്നുള്ള നിലക്കാണ് ഞാൻ അങ്ങനെ ചെറിയൊരു പ്രകോപനം, അല്ലാതെ തങ്ങളെ വീൽ ചെയറിൽ നടത്തിക്കാനോ മറ്റുള്ളതിന് വേണ്ടിയിട്ടൊന്നല്ല. ഇപ്പം ഈ പോക്ക് ശരിയില്ല എന്ന് പറഞ്ഞത് പാർട്ടിക്കെതിരെ പ്രവർത്തിച്ച സമുദായം എന്താണ് മൂപ്പരുടെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ച, തങ്ങളെ പ്രകോപിപ്പിച്ചത് എന്താണ്? അല്ല, എന്നെ പ്രകോപിപ്പിച്ചെന്താണെന്ന് വെച്ചാൽ ഇപ്പം തങ്ങൾ കുടുംബം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെല്ലാവരും ആരാധിക്കുന്ന ഒരു പാണക്കാട് കുടുംബത്തിന്, ആ പാണക്കാട് കുടുംബത്തിൻ്റെ നേതൃത്വ നിരയിൽ ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ ആയാലും മുസ്ലിം ലീഗിൻ്റെ ആയാലും പാണക്കാട് കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ പാർട്ടി ലീഡർഷിപ്പുള്ള ആളുകളെ മുസ്ലിം ലീഗിൻ്റെ അദ്ദേഹത്തിനെ പോലുള്ള നേതാക്കന്മാരെ അദ്ദേഹം മോശമായിട്ട് ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ അവർക്കെതിരായിട്ടുള്ള മറുപടിയായിട്ട് നടക്കുകയും എല്ലാം അവർക്കെതിരായിട്ടുള്ള മറ്റുള്ള ഭാഗങ്ങളിൽ പോയിട്ട് പാർട്ടിക്കെതിരായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു പ്രകോപനം വന്നത്. ഇതിപ്പം പറഞ്ഞ് കൂടിപ്പോയി തോന്നുന്നു, ആ സംസാരം കേട്ടാൽ നമുക്കറിയാം കുറച്ച് പ്രശ്നമുള്ള സംസാരമാണത്, കൂടിപ്പോയി തോന്നുന്നുണ്ടോ? അല്ല, അതിൽ തങ്ങളെന്താ വെച്ചാൽ എന്നോട് സംസാരിച്ചത്, ഫോണിൽ കൂടെ സംസാരിച്ചത് വളരെ പ്രകോപനപരമായിട്ടാണ്.
അതായത് നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന ഒരാളെന്ന് നിൽക്കുക, അല്ലെങ്കിൽ ഞാൻ രാവിലെ മെസ്സേജ് അയക്കും, അദ്ദേഹം എനിക്കും തിരിച്ചയക്കും. അപ്പോൾ അങ്ങനെ അയക്കുന്ന ഒരാൾ പെട്ടെന്ന് പ്രകോപനം എന്തെങ്കിലും പിന്നിലുണ്ടോയെന്നാണല്ലോ. ഇപ്പോൾ എന്നോട് പോലീസ് ചോദിക്കുന്നത് നിങ്ങളെ പിന്നിൽ ആരും ഉണ്ടോയെന്ന് ചോദിക്കും പോലെ എൻ്റെ പിന്നിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനെന്നല്ല, സാധാ പ്രവർത്തകർ പോലും തങ്ങളോട് ചോദിച്ചു പോകും തങ്ങളിത് എന്താണ് പോക്ക്, അത്രമാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഈ സംസാരിച്ചത് സൗഹൃദത്തിൻ്റെ പുറത്ത് സംസാരിച്ചാണോ? ആ നിലയ്ക്ക് സൗഹൃദം ഉണ്ടോ? ഈ സംസാരിക്കാൻ മാത്രമുള്ള സൗഹൃദം ഉണ്ടോ? തങ്ങളുമായിട്ട് ഞാൻ നല്ല സൗഹൃദമാണ്. കാരണം തങ്ങളുമായിട്ട് ഞാനൊരു പ്രശ്നം ഉണ്ടായതിനു ശേഷം എൻ്റെ ഒരു പരിപാടി തങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം നല്ല സൗഹൃദമാണ്. ഞങ്ങൾ പരസ്പരം കെട്ടിപ്പിടിക്കുകയും പിന്നെ കാര്യങ്ങൾ സംസാരിക്കുക, തങ്ങളോട് ഞാൻ പറഞ്ഞതിന് മാപ്പ് വയ്ക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷെ തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഞാൻ ദുബായിൽ നിൽക്കുന്ന സമയത്ത് സംസാരിക്കുന്ന സമയത്ത് തങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനപരമായിട്ട് വരുമ്പോൾ തങ്ങൾ ഉദ്ദേശിക്കുന്ന പിന്നെ സാദിഖ് അലി തങ്ങളെയും മറ്റുള്ള നേതാക്കന്മാരെയെല്ലാം കുറ്റപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ലീഗ് എന്ന് പറഞ്ഞാൽ പാണക്കാട് കുടുംബമാണ്, ബാക്കിയെല്ലാം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് പാണക്കാട് കുടുംബത്തിനെ മോശമാക്കുന്നൊരു അവസ്ഥ വന്നപ്പോൾ ചോദ്യം ചെയ്തതാണ്. വേറെ വെട്ടാനും കുത്താനും ഒന്നല്ല, അതൊരു നോർമലായിട്ട് പറഞ്ഞു പോയതാണ്. ഇതിലിപ്പം ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടോ? അപ്പോൾ അതിൽ പറഞ്ഞു കൂടിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് തങ്ങൾ സംസാരിച്ചപ്പോൾ തങ്ങളെ ഒരു പ്രകോപനത്തിലാണ് ഞാനും അങ്ങനെ പറഞ്ഞു പോയത്, അല്ലാതെ വേറെ ഒന്നല്ല ഇതിൽ. അപ്പം പോലീസ് കേസെടുത്തേക്കാണ്, അപ്പോൾ ഇതിന് നിയമപരമായി തന്നെ നേരിടുമോ? അല്ല, കേസെടുത്തതിൽ പിന്നെ എനിക്കിപ്പോൾ എന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ പോലീസുമായിട്ട് സംസാരിച്ചിട്ട് എന്താണ് കേസെടുത്തതെന്ന് നോക്കിയിട്ട് അതിന് ഫലപ്രദമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകാനുള്ളതാണ്, അല്ലാതെ വേറെ നിലക്ക് ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഇതാണ് ഈ ആരോപണം നേരിടുന്ന അല്ലെങ്കിൽ മൊയ്ൻ അലി തങ്ങളുടെ പരാതിയിൽ പറയുന്ന റാഫി പുതിയകടവിന് പറയാനുള്ളത്. തങ്ങളുമായുള്ള സൗഹൃദത്തിൻ്റെ പുറത്ത് സംസാരിച്ചതാണ്, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുമാണ് റാഫി പുതിയകടവിൻ്റെ പ്രതികരണം.